ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് പൗഡറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം, വീഡിയോ കാണുന്ന ഒരുപാട് പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേപ്പിലയാണ്, കറിവേപ്പിലയല്ല, ആര്യവേപ്പില. ഇത് പലതിനും ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള ചർമ്മരോഗത്തിനും നല്ലതാണ് ഇത്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ചർമ്മത്തിലെ വിഷാംശം പുറന്തള്ളാനും സഹായിക്കുന്നു. മുഖക്കുരു, താരൻ, മുടി കൊഴിച്ചിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് വേപ്പില. വേപ്പിലയിട്ട് വെള്ളം തിളപ്പിച്ച് മുഖം കഴുകുന്നതും മുഖക്കുരു മാറാൻ വളരെ നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം എടുത്തിട്ടുള്ള വേപ്പില നന്നായിട്ടൊന്ന് കഴുകി വെള്ളം മാറ്റി ഒന്ന് ഉണക്കാനായിട്ട് വയ്ക്കാം. അതുപോലെ അടുത്ത ഐറ്റവും റോസാപ്പൂവ്. ഇതും നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഐറ്റം തന്നെയാണ് റോസാപ്പൂവ്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് റോസാപ്പൂവ്. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രമല്ല, അത് കാണാനുള്ള ഭംഗി പോലെ തന്നെ ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ഗുണം ചെയ്യും. ഇപ്പോൾ ചർമ്മത്തിന് ഗുണമുള്ളത് കൊണ്ടാണല്ലോ നമ്മളിൽ പലരും റോസ് വാട്ടർ ടോണറായി ഉപയോഗിക്കുന്നത്. കെമിക്കലുകൾ ഒന്നും ചേർക്കാത്ത റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു രാത്രി മുഴുവൻ ഇതുപോലെ ഇതളുകൾ മാറ്റിയെടുത്ത് റോസാപ്പൂവ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു രാത്രിക്ക് ശേഷം അരിച്ചെടുത്താൽ റോസ് വാട്ടറും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പൂവുകളുടെ എല്ലാം ഇതളുകളായി ഞാൻ പൊഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള താഴെയുള്ള പച്ചയും തണ്ടും എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, പൂവാണ്. ചിലപ്പോൾ ചെറിയ കീടങ്ങളോ പുഴുവോ വണ്ടോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഒന്ന് മാറ്റി എടുത്തിട്ട് ഇതേപോലെ ക്ലീനായിട്ട് ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് ഇതും ഉണക്കിയെടുക്കണം. അപ്പോൾ വേപ്പിലയും ഉണക്കുന്ന കാര്യം പറഞ്ഞു. അതും ഡയറക്റ്റ് സൺലൈറ്റിലല്ല നമ്മൾ ഉണക്കുന്നത്. നമ്മൾ മുറിയിലേക്ക് ജനൽ വഴിയൊക്കെ കുറച്ച് വെട്ടം വരുന്ന ആ ഒരു വെട്ടത്തിൽ വെച്ച് മാത്രം ഡയറക്റ്റ് സൺലൈറ്റ് ഉണക്കിയാൽ ഇതിനകത്തുള്ള പോഷക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് മുറിയിൽ തന്നെ വിൻഡോ സൈഡിലൊക്കെ ചെറുതായിട്ട് വെട്ടം വരുന്ന ഒരു ഭാഗത്ത് എന്ന് കരുതി ഇത് ചീത്തയായി പോകാനും ബാക്ടീരിയ കയറി ചീത്തയായി പോകാനും ഇടയാകരുത്. നന്നായിട്ട് ഉണങ്ങുകയും വേണം. പിന്നെ ഫാനിൻ്റെ കീഴത്ത് വെച്ചാലും മതി ഇത് പറന്നു പോകാതെ. അപ്പോൾ വേപ്പിലയും ഇങ്ങനെ തന്നെയാണ് ഉണക്കേണ്ടുന്നത്. നല്ല വെയിലത്ത് സൺലൈറ്റിൽ കാണിച്ചിട്ടല്ല ഉണക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഐറ്റവും നമ്മൾ ഉണക്കിയെടുക്കണം. അപ്പോൾ വീട്ടിൽ ഒരുമിച്ച് ഇത്രയും പൂവൊന്നും എടുക്കാനില്ലെങ്കിലും ദിവസവും 2-3 പൂവെങ്കിലും എടുക്കാനില്ലാത്ത വീട് കാണത്തില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പൂക്കൾ ദിവസേന കിട്ടുന്നതിനെ അത് ഒന്ന് ചെടിയിൽ നിന്ന് തന്നെ ഒരു ദിവസത്തേക്ക് ഭംഗിയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നീട് ഇതുപോലെ ഇതളുകളായിട്ട് ഇളക്കി മാറ്റിയിട്ട് അങ്ങനെ ഞാൻ പല ദിവസങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഉണങ്ങിയ റോസാപ്പാവാണ് ഈ കാണുന്നത്. ഇതേ രീതിയിൽ എടുത്തു വെച്ചാൽ മതി. എന്നിട്ട് ഒരു 8-10 പൂവൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിതുപോലെ ഇതളുകൾ ഒരുമിച്ച് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ പഴയ പൂവും പുതിയ പൂവും ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുമ്പം തന്നെ ഒന്ന് പൊടിയുന്ന പരുവമാവും. ഈ പരുവത്തിലാണ് നമുക്ക് ബാക്കിയെല്ലാം ചേർത്ത് പൊടിക്കേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിലയും നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ പച്ച കളർ ഇപ്പോൾ കാണുമ്പം തന്നെ അറിയാം ഇത് നമ്മൾ സൂര്യൻ്റെ വെയിലത്ത് ഉണക്കിയതല്ല. അങ്ങനെ ഉണങ്ങുകയാണെങ്കിൽ ഒരു വല്ലാത്ത കരിഞ്ഞ കളറായി പോവും. അങ്ങനെ ആയാൽ വേപ്പിലയിലുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ റൂമിനകത്ത് വെച്ച് തന്നെ ഉണക്കിയതാണ്. പിന്നെ ഇത് ഗ്രീൻ ടീ. ഗ്രീൻ ടീയുടെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രീൻ ടീ ആൻറ്റി ബാക്ടീരിയൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള മുഖക്കുരുവിൻ്റെ പ്രശ്നത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഗ്രീൻ ടീ. അപ്പം കുറച്ച് ഗ്രീൻ ടീയും കൂടെ വേണം ഇതിൻ്റെ കൂടെ എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഉണങ്ങിയ വേപ്പില ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സിയുടെ നല്ല ഉണങ്ങിയ ഒരു ജാറിലേക്ക്, ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ജാറിലേക്ക് ഈ റോസ് പെറ്റൽസ് ഉണങ്ങിയതും അതുപോലെ വേപ്പില ഉണങ്ങിയതും കൂടെ തന്നെ ഗ്രീൻ ടീയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീയും
റെസിപ്പി നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ടീ ബാഗാണ് ഉള്ളതെങ്കിൽ ആ ബാഗ് പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള ഗ്രീൻ ടീ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് സംശയമുള്ളവർ. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കടലമാവാണ്. കടലമാവിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. പണ്ടുകാലം മുതൽക്ക് തന്നെ കുട്ടികളെ കുളിപ്പിക്കാൻ വരെ ഉപയോഗിച്ചിരുന്നതാണ് കടലമാവ്. പണ്ടുള്ളവരുടെ ഫേസ് വാഷും കടലമാവ് തന്നെ ആയിരുന്നു. കടലമാവിൽ സിങ്ക് ധാരാളമായി അതിനാൽ ചർമ്മത്തിന് തിളക്കവും മൃദുലതയും അതുപോലെ മുഖത്തെ എണ്ണമയം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടുന്നത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി നമ്മൾ എല്ലാവർക്കും അറിയാം. പച്ച പാല്, അതായത് തിളപ്പിക്കാത്ത പാല് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിന് നല്ല മോയ്സ്ചറൈസേഷൻ കിട്ടുന്നതിന് സഹായിക്കുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴും പച്ചപ്പാൽ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ചേർത്തത്. ഇനി പാൽപ്പൊടി ചേർക്കാൻ ഇല്ലാത്തവരോ ഉണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് കൂട്ടുണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരല്പം പാല് ചേർത്ത് കുഴച്ചാൽ മതി. അതിനുശേഷം പൊടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇതേ രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ചെറിയൊരു ചൂട് കാണും. അതൊന്ന് മാറാനായിട്ട് ഒരു ബൗളിലേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിലും വശങ്ങളിലും ഒക്കെയുള്ള ഇത് വളരെ പോഷകമൂല്യം ഉള്ളതാണ്. ഓരോ ഐറ്റംസും നല്ല ഗുണങ്ങളുള്ളതാണ്. നമുക്ക് മുഖത്തിടാൻ പറ്റുന്നതും ഇതെല്ലാം പലതും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കേടുമില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു പാത്രത്തിലേക്ക്, ഒരു ഡബ്ബയിലേക്ക് ഇതുപോലെ ഇട്ട് അടച്ച് നമുക്ക് സൂക്ഷിക്കാം. പിന്നെ നമുക്ക് ഡെയിലി എത്ര പ്രാവശ്യം മറ്റ് കെമിക്കലുകൾ അടങ്ങിയ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനെക്കാട്ടിയും ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് നല്ല സാധനങ്ങൾ ചേർത്ത് പൊടിച്ചുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് സൺലൈറ്റിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പം മുഖം കഴുകണമെന്ന് തോന്നിയാലോ ഒരു തുള്ളി വെള്ളം, ഇത് വെള്ളമാണ് ചേർത്തത്, സാധാരണ പച്ചവെള്ളം. കണ്ടു വെള്ളം ചേർത്തപ്പോൾ ഇതിൻ്റെ കളറ് മാറിയത്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക, മുഖത്ത് തേക്കുക, കഴുകിക്കളയുക. ഇനി മുഖത്ത് തേക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫേസ് വാഷ് അല്ല ഒരു പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫേസ് പാക്കിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ മാത്രം ഫേസ് പാക്കാക്കി ഉപയോഗിക്കണമെങ്കിലും ഒരു 20 മിനിറ്റ് ഇട്ടതിന് ശേഷം മാത്രം മുഖം കഴുകിക്കളയുക. അങ്ങനെ ഇതൊരു ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്ത് കാണിക്കാം. ഫേസ് വാഷായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. സാധാരണ പച്ചവെള്ളത്തിൽ ആദ്യമേ വെറുതെ ഒന്ന് മുഖം കഴുകുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിശ്രിതം ഇതേ രീതിയിൽ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ കണ്ണിന് ചുറ്റും തേക്കാൻ പറ്റുന്ന, കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് മാറാനായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടിയുള്ളൊരു നല്ല പ്രതിവിധിയാണ്. തീർച്ചയായിട്ടും കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ എല്ലാം മാറാൻ നല്ലതാണ്. മറ്റ് കെമിക്കൽസ് ഉപയോഗിക്കുന്നത് പോലെയുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ തന്നെയും അതുപോലെ കഴിക്കുന്നതും ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് കണ്ണിന് ചുറ്റും ധൈര്യമായി അപ്ലൈ ചെയ്യാം. ചുണ്ടിലും മുഖത്തും അതുപോലെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെല്ലാം കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം മുഖത്ത് കണ്ണിന് താഴെ കണ്ണിൻ്റെ സൈഡിലായിട്ടുണ്ടാകുന്ന ചുളിവുകളും പ്രായ കൂടുതൽ കൊണ്ട് ചിലർക്ക് ഒരു 40 വയസ്സൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു 50 വയസ്സിൽ കൂടുതൽ മുഖത്ത് ചുളിവൊക്കെ തോന്നിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം ഇത് സ്ഥിരമായി ഉപയോഗിക്കുക. ഇതെപ്പോഴും കിട്ടുന്നതാണ്. ഇതെല്ലാം വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക, പൊടിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കെമിക്കൽ അടങ്ങിയ സാധനങ്ങൾ, ഫേസ് വാഷുകൾ, ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്ന് ഇട്ടതിന് ശേഷം ഇതേപോലെ നല്ല രീതിയിലൊന്ന്, ഒരുപാട് തരിയൊന്നും ഉള്ളതല്ല, നല്ല ഭസ്മം പോലെ എന്ന് പറയുന്ന പോലെ ഭസ്മം പോലെ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് സ്ക്രാച്ച് വീഴുമെന്നുള്ള പേടിയൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്ത് കഴുകിയെടുക്കാം. അപ്പം പല ദിവസങ്ങളിൽ 2 or 3 എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. യാതൊരു സൈഡ് എഫക്റ്റുമില്ല. അതിനുശേഷം സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ച് തന്നെ ഞാനൊന്ന് കഴുകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അടുത്തൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.